നിങ്ങൾ ആരെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ ആലോചിച്ചിട്ടുണ്ടോ, ഇന്നേക്ക് ഒരു 100 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആരൊക്കെ ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടാവും? നമ്മളിന്ന് കാണുന്ന നമ്മളുടെ സുഹൃത്തുക്കൾ, സഹോദരങ്ങൾ, നമ്മുടെ മക്കൾ ഉൾപ്പെടെ ആരും തന്നെ ജീവിച്ചിരിക്കാനുള്ള സാധ്യതയില്ല. ഇപ്പം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ, നമ്മളേറെ ആഗ്രഹിച്ച് മേടിച്ച് നമ്മുടെ വാഹനങ്ങൾ, നമ്മളേറെ സ്വപ്നം കണ്ട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി നിർമ്മിച്ച നമ്മുടെ വീട്, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അന്ന് ആരെങ്കിലൊക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അവരാരായിരിക്കും എന്ന് പോലും നമുക്കറിയില്ല. അത് ഉപയോഗിക്കുന്ന ആളുകൾക്ക് നമ്മളെ ഓർമ്മയുണ്ടാവോ എന്ന് പോലും അറിയില്ല. ഒരുപക്ഷെ അതൊന്നും ഉണ്ടാവണമെന്നില്ല. അതൊക്കെ ഇടിച്ചു പൊളിച്ച് നശിപ്പിച്ച് മണ്ണോട് മണ്ണായി കാണും. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ നേടിയെടുത്തതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും നമ്മൾ നിർമ്മിച്ചെടുത്തതായിട്ടുള്ള എല്ലാം തന്നെ ഈ മണ്ണിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നൊരു സമയം വരും. അത് തീർച്ചയാണ്. അതെല്ലാം മണ്ണോട് മണ്ണായിട്ട് മാറുന്ന ഒരു സമയം വരും. അത് തീർച്ചയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എങ്കിലും നമ്മുടെ ചുറ്റുപാടുമുള്ള ചില മനുഷ്യരുടെ ജീവിതം കാണുമ്പോൾ, നമ്മുടെ ചുറ്റിലും ജീവിച്ച് മരിച്ചുപോയ ചില ആളുകളുടെ ജീവിതം കാണുമ്പോൾ പലപ്പോഴും മനസ്സിൽ തോന്നാറുണ്ട്, എന്തിനു വേണ്ടിയിട്ടാണ്, എവിടേക്കാണ് മനുഷ്യന്റെ ഈ ഓട്ടപ്പാച്ചിലെന്ന്, പരക്കം പാച്ചിലെന്ന്. എത്രയേറെ സമ്പത്തുണ്ടായാലും ആ സമ്പത്തിനെ വേണ്ട രീതിയിൽ ഫലപ്രദമായി വിനിയോഗിക്കാതെ ജീവിച്ചു മരിച്ചു പോകുന്ന ആളുകൾ, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ, ഒരായുസ് കൊണ്ട് മുഴുവൻ സമ്പാദിക്കുന്ന സമ്പാദ്യമെല്ലാം മറ്റാർക്കോ ചെലവാക്കാൻ വേണ്ടി കൂട്ടിവെച്ചിട്ട് പോകുന്ന ആളുകൾ, അങ്ങനെ എത്രയെത്ര തരം മനുഷ്യരാണ് നമ്മുടെ ചുറ്റിലുള്ളതല്ലേ. നമ്മളുടെ ചുറ്റിലും ജീവിച്ച് മരിച്ചു പോകുന്ന ഓരോ ആളുകളും ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഓരോ പാഠപുസ്തകങ്ങളാണ്. നമ്മൾ എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നും എങ്ങനെ ജീവിക്കരുതെന്നും പഠിപ്പിക്കുന്ന, അറിവ് പകർന്നു തരുന്ന പാഠപുസ്തകങ്ങൾ. ഈ ഭൂമിയിൽ നമുക്ക് മനുഷ്യനായിട്ട് ഒരു ജന്മമേ ഉള്ളൂ. കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ഇടയിൽ നമുക്ക് കിട്ടുന്ന 50, 60, 70 വർഷം. ആ ഉള്ള ചെറിയൊരു സമയം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുക, നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന നന്മകൾ മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചെയ്യുക. നമ്മളിവിടെ ജീവിച്ച് മരിച്ച് കഴിയുമ്പോൾ കുറച്ചു കാലമെങ്കിലും കുറേയൊക്കെ ആളുകളുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കാൻ സാധിക്കുക, അതിനുവേണ്ടിയുള്ള കർമ്മങ്ങൾ ചെയ്യുക. അത്രേ ഉള്ളൂ. അത്രയും ലളിതമായിട്ട് ചിന്തിക്കാവുന്ന, ജീവിക്കാവുന്ന ഒരു സംവിധാനത്തിൻ്റെ ഉള്ളിലാണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷേ നമ്മൾ മനുഷ്യർ പലപ്പോഴും ഇത്രയും ലളിതമായ സുന്ദരമായ ജീവിതത്തെ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് കോംപ്ലിക്കേറ്റഡ് ആക്കി ചളകളമാക്കി ഇവിടുന്ന് ഒന്നുമല്ലാത്തവരായിട്ട് കടന്നു പോകാറുണ്ട്. ജീവിക്കുക, ഉള്ള സമയം മനോഹരമായിട്ട് ജീവിക്കുക. മറ്റുള്ള ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും, അവർ നമ്മളെക്കുറിച്ച് എന്ത് പറയും എന്നുള്ള ആശങ്കകളെല്ലാം ഒഴിവാക്കി ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും സമയം ഏറ്റവും മനോഹരമായിട്ട് ജീവിക്കുക. മനോഹരമായിട്ടുള്ള ഓർമ്മകൾ മറ്റുള്ള ആളുകളുടെ മനസ്സിൽ നിറയ്ക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ നന്മകൾ സമൂഹത്തിനും നമ്മുടെ ചുറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുക.